നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളൊരു സ്പെഷ്യൽ ക്രീം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ആ ക്രീമാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമുമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് ഈ ഒരു കേക്കും ക്രീമും ഒക്കെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡാർക്ക് കൊക്കോണ്ടോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ ചേർത്തിരുന്നാലും മതി. അത് ചൂട് പാലിൽ കലക്കിയിട്ട് ചേർക്കാം. അപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ചെയ്യുന്നത് 5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേയിലാണ്. ബേക്കിംഗ് ട്രേയിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ ചോറ്റുപാത്രം ഉണ്ടെങ്കിൽ അതെടുത്തിരുന്നാലും മതി. സ്റ്റീലായാലും പ്രശ്നമൊന്നുമില്ല. അതിൽ കുറച്ചൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കുറച്ച് മൈദ തൂക്കി ഒന്ന് തട്ടി കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അതൊക്കെ ലോ സ്പീഡിലിട്ട് തന്നെ അടിച്ചിരുന്നാൽ മതി. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ ഒരു ചെറിയ ഒരു അളവിലായതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിച്ചിരുന്നാൽ മതി. 1 കപ്പ് മൈദയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്കൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ സൈഡൊന്നൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് ആ പ്രസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി. അപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ കേക്ക്. ഇനി ഒരു സ്ക്വയർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കേക്കിൻ്റെ ഇടയ്ക്കൊക്കെ വലിയ ഹോൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ട് ഇരിക്കുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മണം വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പം നല്ല കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. സ്ക്വയറിൻ്റെ മേലെയൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ്. നമ്മളിതിൽ ക്രീമോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി 1 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ മുട്ട മുഴുവനായിട്ട് വേണ്ട, മുട്ടയുടെ മഞ്ഞക്കരു മാത്രം മതി. മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോവാതെ ഒഴിക്കണേ. എന്നിട്ട് നമുക്ക് കൈ വെച്ച് പതുക്കെ എടുക്കാം. ഉണ്ണി മാത്രമായിട്ടങ്ങ് എടുക്കാം. അതേപോലെ തന്നെ 2ാമത്തെ മഞ്ഞക്കരു എടുത്തിട്ടുണ്ട്, 3ാമത്തെ മഞ്ഞക്കരു എടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ മഞ്ഞക്കരുവാണ് കേട്ടോ വേണ്ടത്. ഈ വെള്ള നമുക്ക് വേണ്ട, ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ ഒഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ആയാലും മതി. പക്ഷെ കോൺഫ്ലോർ ആണ് കുറച്ചും കൂടെ നല്ലത്, ആ ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. തീ കത്തിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കട്ടിയായി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. ആ കുറഞ്ഞ തീയിലിരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും തന്നെ ഇത് തിക്കായിട്ട് വരും. അപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, കാരണം നമ്മുടെ മുട്ടയുടെ മഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 25 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് തീ ഓഫായി കൊടുക്കാം. ആ ചൂടിന് തന്നെ ആ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ആയിക്കോളും. അതിപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക്, തേങ്ങയൊക്കെ അരയ്ക്കുന്ന ജാറാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടാണ് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു ക്രീം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നമുക്ക് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് സോക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ആ ഡിമോൾഡ് ചെയ്യാനായിട്ട് ഒരു സ്പാച്ചുല വെച്ച് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് ഇറക്കി ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തുനിന്നും. എന്നിട്ട് നമുക്ക് കമത്തി വെച്ചൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അതപ്പം ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ വെച്ച കേക്കാണ്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ ആ ഒരു പാനിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ആ പാനിൽ എപ്പോൾ ഉണ്ടാക്കിയാലും ഇതുപോലെ നടുഭാഗം കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവും. പാനിൻ്റെ സൈസ് കുറവാണെങ്കിൽ നടുഭാഗം കുറച്ചൊന്ന് പൊങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം മാത്രമേ സെറ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് നമ്മുടെ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തു, സെക്കൻഡ് ലെയറും കട്ട് ചെയ്തു, 3ാമത്തെ ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇപ്പം തന്നെ അങ്ങ് ഒഴിക്കാം. ഇനി നമ്മൾ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ക്രീം ഉള്ളത്. ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. ആ സമയത്ത് ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ക്രീം ഇങ്ങനെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചില്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രിസ്പി ചോക്ലേറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടാലും മതി. ഇനി നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് വെറ്റായിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും ചോക്ലേറ്റ് ബോൾസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ ഓഫ് കേക്ക് അത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്രീം അങ്ങ് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ശരിക്കും ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആവുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ അത്. അപ്പം ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇത് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്കൊരു ചോക്ലേറ്റ് ഗണാഷ്, ക്രീമൊന്നും ഇല്ലാത്ത ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിയുമ്പം തീ അങ്ങ് വളരെ സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് എടുത്തതാണ്, ഡാർക്ക് കോമ്പൗണ്ടാണ്. ഇതിനാണെങ്കിലും നമുക്ക് ഡയറി മിൽക്ക് എടുത്തിരുന്നാലും മതി. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാല് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഡയറി മിൽക്ക് എടുക്കുകയാണെങ്കിലൊന്നും അത്രയധികം ഒന്നും എടുക്കണ്ട, എന്നുവെച്ചാൽ നല്ല റേറ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്. ശരിക്കും ഇത്രയും വേണ്ട, ഒരു 100 ഗ്രാമൊക്കെ മതിയാകും. അപ്പോൾ ആ ചൂടിനിരുന്ന് പതുക്കെ ആ ഡാർക്ക് കോമ്പൗണ്ടും അങ്ങ് മെൽറ്റായിട്ട് വരുന്നുണ്ട്. പാലും കൂടെ ഒഴിച്ചിട്ട്, പാലാവുന്ന സമയത്ത് ഒരുപാട് ഒഴിക്കരുത്, ക്രീം പോലെയല്ല. അപ്പോൾ അതാ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇത് എന്നിട്ട് കുറച്ചൊന്ന് തണുക്കണം, ചെറുതായിട്ടൊന്ന് തണുക്കുക. പക്ഷെ എന്നാലും ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. നല്ല തിളച്ച പാല് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നോളൂ. അപ്പം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. നമ്മൾ
ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഒന്നും ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് മതി, അതങ്ങ് ഒഴുകി അങ്ങ് പോയിക്കോളും. അപ്പോൾ ശരിക്കും നമ്മൾ ക്രീമൊക്കെ വെച്ചുണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗനാഷിൻ്റെ അതേപോലെ തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാൽ വെച്ചിട്ട് ചെയ്തുകൂടെ എന്ന്. എല്ലാവരോടും ഞാൻ പാൽ വെച്ച് ചെയ്യാമെന്ന് പറയാറുണ്ട്. നമുക്ക് ഒഴുകി പോകുന്നു എന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിലേക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതെല്ലാം ഒഴുകിപ്പോയി ഞാനത് നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ചോക്ലേറ്റ് ഡെക്കറേറ്റീവ് ഐറ്റം ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. സൈഡിലൊക്കെ അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് മാത്രമായാലും മതി. കുറച്ച് ഗോൾഡൻ ബോൾസ് ഉണ്ട്, അതും കൂടെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 ചോക്ലേറ്റിൻ്റെ ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡയറി മിൽക്ക് ഷോർട്ട്സ് ആയാലും ഒക്കെ മതി കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ലോക്ക്ഡൗൺ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതാ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, അങ്ങ് എന്താ പറയുക, അങ്ങ് കുഴിഞ്ഞു പോകുന്നുണ്ട്. എടുത്തിട്ടുണ്ട്, കഴിക്കട്ടെ. എന്താ പറയുക, ചോക്ലേറ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക്. ശരിക്കും ഒരു ക്രീമില്ലാതെ ഉണ്ടാക്കിയെന്ന് പറയുകയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കേക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലോക്ക്ഡൗൺ ആണെന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാനിരിക്കേണ്ട. ലോക്ക്ഡൗൺ ആണെങ്കിലും ക്രീമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആയിട്ടാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ഈസി ചോക്ലേറ്റ് കേക്കാണ് വിത്ത് ഈസി ചോക്ലേറ്റ് ക്രീമും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ക്രീം കഴിക്കാനായിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.